പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 11-ാം തീയതി ശനിയാഴ്ച. കർത്താവെ, പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും അങ്ങയോട് ചേർന്നിരിക്കുവാൻ, അങ്ങയുടെ വചനങ്ങൾക്കനുസരിച്ച് എളിമയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 31-ാം തിരുവചനം ധ്യാനിക്കാം. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. ഈശോ ചെയ്തതെല്ലാം നല്ല പ്രവൃത്തികളായിരുന്നു. പക്ഷേ പലതും നല്ല പ്രവൃത്തികളായി യഹൂദർക്ക് തോന്നിയില്ല. ഈശോ മൂലം അവരുടേതായ പല സന്തോഷങ്ങളും ഇല്ലാതാകും എന്നവർ ഭയപ്പെട്ടു. എത്ര നന്നായി കാര്യങ്ങൾ ചെയ്താലും നമ്മെ അംഗീകരിക്കാനാവാത്ത, എപ്പോഴും വിമർശിക്കുന്ന പ്രിയപ്പെട്ടവർ നമുക്ക് ചുറ്റും ഉണ്ടാകാം. ഈശോയെ പ്രോത്സാഹനങ്ങൾ വേണ്ടത്ര കിട്ടാത്തപ്പോഴും, വിമർശനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ കിട്ടുമ്പോഴും മനസ്സ് തളരാതെ നിന്നിൽ പൂർണ്ണമായും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.